ദൈവ തിരുനാമത്തിന് സ്തുതി. വലിയ നോമ്പിന്റെ കാലങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ കൂടെ പുതുക്കത്തിനും പുനർവിചിന്തനത്തിനുമായി തന്ന ദൈവത്തിന് സ്തോത്രം. ഇന്ന് ശുഭകോനു, വലിയ നോമ്പിന്റെ ആരംഭം. അനുരഞ്ജനം എന്നത്രേ ഈ വാക്കിന് അർത്ഥം. പരിശുദ്ധ നോമ്പ് ആരംഭിക്കുന്നത് അനുരഞ്ജനത്തിലൂടെ. അനുരഞ്ജനം വ്യക്തികൾ തമ്മിൽ എന്നത് നിലനിൽക്കെ സ്വന്തം ജീവിതത്തോട് അനുരഞ്ജനം സാധ്യമാകേണ്ട അനുഭവങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലത്തിലത്രേ നാം ജീവിക്കുന്നത്. അനുരഞ്ജനം ഒരു ദിവസം കൊണ്ട് സാധ്യമാകുമോ എന്ന ചോദ്യം ഉയർന്നാൽ അതിനുത്തരം അത് അവനവന്റെ ജീവിത അനുഭവങ്ങളോട് ചേർത്ത് വെച്ച് വായിക്കേണ്ടതാണ് എന്നതാണ്. അവനവന്റെ ജീവിതത്തിന്റെ സൗഖ്യത്തിന്റെ നിലവാരമനുസരിച്ചാണ് അത് എത്ര വേഗത്തിൽ എന്നത് സാധ്യമാകുന്നത്. നാം നീങ്ങുന്നത് അവനവന്റെ ജീവിതത്തിന്റെ അഥവാ ആന്തരിക സൗഖ്യത്തിലൂടെയുള്ള അനുരഞ്ജനത്തിലേക്കാണ്. അത് വ്യക്തികളോടാകാം, സ്വന്തം ജീവിതത്തോടാകാം, പ്രകൃതിയോടാകാം. അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ചിന്തിക്കാവുന്നതത്രേ. അനുരഞ്ജനം അത്ര എളുപ്പത്തിൽ നേടിയെടുക്കുക സാധ്യം അല്ലാതിരിക്കെ അതിലേക്കുള്ള ഒരു ചെറിയ കാൽവെപ്പ് പോലും സൗഖ്യത്തിലേക്കുള്ള ഒരു ഇളം തെന്നലാകുകയും ക്രമേണ അത് പൂർണ്ണ സൗഖ്യത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നതത്രേ. ആ യാത്രയ്ക്ക് അതിൻ്റെതായ ഭംഗിയുണ്ട്, ലക്ഷ്യത്തിന് അതിലേറെ. അനുരഞ്ജനത്തിലേക്കുള്ള ആദ്യ പടി സ്വയ വിചിന്തനമാണ്. അവനവന്റെ ജീവിതത്തിലെ നല്ലതും തീയതും അനുഭവങ്ങളും യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് വിലയിരുത്തണം. അപ്പോഴുണ്ടാകുന്ന തിരിച്ചറിവ് തന്നെ ആണ് ആന്തരിക സൗഖ്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന ആദ്യ പടി. ഈ തിരിച്ചറിവിനെ വചനത്തോടും ക്രിസ്താനുഭവങ്ങളോടും ചേർത്ത് വെച്ച് നാം വായിക്കുമ്പോൾ ക്രമേണ നാം അറിഞ്ഞിട്ടില്ലാത്ത ഒരു സൗഖ്യം നമ്മോടൊപ്പം ഈ യാത്രയിൽ ചേരും. നോമ്പ് അർത്ഥവത്തായി തീരും, പുതിയ സൗഖ്യ ജീവിതവും. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ.